നിന്റെ ചെവി ഞാൻ ഇന്ന് പൊന്നാക്കുമുടാ മണ്ടച്ചാരെ. എനിക്ക് പൊന്നിന്റെ ചെവി വേണ്ടേ, ഈ ചെവി തന്നെ മതി. നിന്റെ മൂക്ക് ഞാൻ ചെത്തിയെടുത്ത് ചമ്മന്തി അരയ്ക്കും. മൂക്ക് ചമ്മന്തിക്ക് ടേസ്റ്റ് ഇല്ല, അതിനും നല്ലതേ തേങ്ങാ ചമ്മന്തിയാ. നിന്റെ കണ്ണ് ഞാൻ ബുൾസയാക്കും. കണ്ണ് ബുൾസയോ? ഇയാൾക്കെന്താ വട്ട? അത് ശരിയാവില്ല സാത്താനങ്ങൾ, ഒരിക്കലും ശരിയാവില്ല. അത് ശരി, നിന്നെ അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല സാത്താനങ്ങളെ. നിന്നോടാ പിള്ളേരുടെ നടുവടിക്കാൻ പറഞ്ഞിട്ട് നീ തോറ്റ് തൊപ്പിയിട്ടില്ലേ? ആ സെറാഫിൻ വന്നോണ്ടല്ലേ പണി വാളിയത്. സെറാഫിന് ബുദ്ധിയുണ്ട്, നിനക്ക് ബുദ്ധിയില്ല. അങ്കിൾ അങ്ങനെ പറയരുത് അങ്കിൾ. എവരി ഡബിൾ ഹാസ് എ ഡേ. എന്തോന്ന്? ഏത് ചെകുത്താനും ഒരു ദിവസം ഉണ്ടെന്ന്. അതേത് ദിവസം? അടുത്ത ഞായറാഴ്ച. ഞായറാഴ്ചക്ക് എന്താ പ്രത്യേകത? ഞായറാഴ്ച ക്ലാസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജോബിയുടെയും ജോളിയുടെയും കൂട്ടുകാരെ വെച്ചൊരു കളി കളിക്കും. ആ കളിയിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. എന്തോ എനിക്ക് അത്ര വിശ്വാസം പോരാ. എന്റെ സാത്താനങ്ങളെ, സാത്താന്മാരായാൽ ഇങ്ങനെ ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കരുത്. ഒന്നുമില്ലെങ്കിലും അങ്കിളിനൊടുക്കത്തെ ഗ്ലാമർ അല്ലേ? അതെ, ഗ്ലാമർ ആണല്ലേ. പിന്നല്ലാതെ. അങ്കിൾ മുംബൈക്കൊന്നും പോകല്ലേ. അതെന്ത്? അവരെ പിടിച്ച് ഹിന്ദി സിനിമയിൽ അഭിനയിപ്പിക്കും. അടി. ശരി, നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. ഈ പ്രാവശ്യം ഞാൻ പിള്ളേരെ മുട്ടുകുത്തിക്കും, നോക്കിക്കോ. മുട്ടുകുത്തിച്ചില്ലെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അതെ, നിന്റെ സൂത്രം എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് പോടാ. കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നേ? വെയിറ്റ് ആൻഡ് സീ. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ നിങ്ങളെ കാത്തു നിന്നതാ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് ചിത്രശലഭങ്ങളുടെ താഴ്വരയിലേക്ക് പോകാം. കുട്ടൂസ് പോയിക്കോ, ഞങ്ങള് സൺഡേ ക്ലാസ്സും കഴിഞ്ഞിട്ട് വരാം. ഇന്ന് കാറ്റക്കിസം പഠിച്ചില്ലെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരി, വാ പോകാം. സഞ്ജു, റിച്ചു, നിങ്ങൾ സൺഡേ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ? ഇല്ല കുട്ടൂസ്, ഞങ്ങളെ വിളിക്കാൻ വന്നതാ. കുട്ടികളെ ഭൂമിയിലെ മാലാഖമാരായി തീർക്കുന്നത് സൺഡേ ക്ലാസുകളാ. അതുകൊണ്ട് അത് മുടക്കാൻ പാടില്ല. ഒരു ചാവറേച്ചനും ഏബുപ്രാസ്യാമ്മയും വന്നിരിക്കുന്നു. വാ കൂട്ടുകാരെ, നമുക്ക് പോകാം.
ഇതെങ്ങനെയാ കുട്ടൂസേ നിന്റെ കാല് പൊള്ളിയത്? അത് എന്റെ അങ്കിളിന്റെ ശത്രു പൊള്ളിച്ചതാ. എന്തിനാ പൊള്ളിച്ചത്? ഞാൻ എന്ത് ചെയ്താലും പുള്ളിക്കാരന് ഇഷ്ടപ്പെടില്ല. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടരുത്. നീ അങ്കിളിനോട് പറഞ്ഞു കൊടുക്ക്. അങ്കിള് തന്നെ മൂപ്പരെ കൈകാര്യം ചെയ്തോളൂ. ഏയ്, അങ്കിളിന് മൂപ്പരെ പേടിയാ. പോലീസാണോ കുട്ടൂസേ? പോലീസിനെക്കാളും കൂടിയ പുള്ളിയാ. അങ്ങേരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ ഇവന്മാരെന്റെ വലയിൽ വീണു. എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ മേലേ. അല്ല, നീ എന്തിനാ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? അതോ, നിങ്ങൾക്കൊരു സമ്മാനം തരാൻ. സമ്മാനമോ? എന്ത് സമ്മാനം? ഓം ഹ്രീം ഹ്രും മിഠായി വരട്ടെ. ഹായ്, മിഠായി. മരമണ്ടന്മാര്. കുട്ടൂസേ, ഞങ്ങൾക്ക് നാളെ റിവിഷനാ. സ്കൂളിൽ പോവാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമോ? പിന്നെന്താ, അതിനൊക്കെ ഒരു വഴിയുണ്ട്. എന്ത് വഴി? പറയാം, വാ. ആ ചെക്കന്മാർക്കെന്താ വട്ടുണ്ടോ? പിള്ളേരല്ലേ ദാസേട്ടാ, കുറച്ച് മഴ നനയട്ടെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച മഴ നനഞ്ഞിട്ട് 3 ദിവസം ജലദോഷം പിടിച്ച് കിടന്നത്. നമ്മളെ പോലെയാണോ മനുഷ്യന്മാര്? അവർക്ക് ചികിത്സിക്കാൻ ആശുപത്രികളില്ലേ? ആ ഉവ്വ്, നമ്മുടെ പിള്ളേരെങ്ങാനും ആയിരുന്നെങ്കില് കാലി ഞാൻ തല്ലി ഓടിച്ചേനെ. വികൃതി കുട്ടികള്. ആ കാക്കകൾ ആരെയാ വഴക്ക് പറയുന്നത് ജോളി? വാ ജോബി, നമുക്കൊന്ന് പോയി നോക്കാം. വെറുതെ അല്ല കാക്കച്ചേട്ടൻ വഴക്ക് പറഞ്ഞത്. ഇവന്മാർക്ക് മുഴുത്ത വട്ട് തന്നെയാ. ജോബി, ജോളി, വാ ഡാൻസ് ചെയ്യാം. ഞങ്ങളില്ല. മഴ ചോർന്നിട്ട് പോകാം. മഴ നനഞ്ഞാൽ പനി പിടിക്കും. പനി പിടിച്ചോട്ടെ. പനി പിടിച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി കുത്തിവെക്കും. കുത്തിവെച്ചോട്ടെ. ഇവന്മാർക്ക് ഇത് എന്തു പറ്റി? അവർക്ക് നാളെ റിവിഷനാ. ഒരു വകയും പഠിച്ചിട്ടുമില്ല. പനി പിടിച്ചാൽ സ്കൂളിൽ പോകണ്ടല്ലോ. ഈ ചീത്ത കൂട്ടുകെട്ടുകളാ കുട്ടികളെ ചീത്ത കുട്ടികളാക്കുന്നത്. ജോബി എന്താ അങ്ങനെ പറഞ്ഞത്? കുട്ടൂസ് ചീത്ത കുട്ടിയാ. അതേടാ, കുട്ടൂസ് മഹാചീത്തയാ. നിങ്ങളുടെ കൂട്ടുകാരെ എല്ലാം അവൻ ചീത്തയാക്കും. അവസാനം നിങ്ങളെയും ചീത്തയാക്കും. അത് ശരി, രണ്ടാളും ഇതുവരെ എഴുന്നേറ്റില്ലേ? റിച്ചു, പ്രീതി, എഴുന്നേറ്റേ, സ്കൂളിൽ പോണ്ടേ? നല്ല സുഖം തോന്നില്ല അമ്മേ. ആ, എന്തു പറ്റി? എന്റെ കർത്താവേ, നന്നായി പനിക്കുന്നുണ്ടല്ലോ. അയ്യോ, റിച്ചു മോനും പനിക്കുന്നുണ്ടല്ലോ. പനിയൊന്നും സാരമില്ലമ്മേ, ഞങ്ങൾക്ക് സ്കൂളിൽ പോണം. അതൊന്നും നടക്കില്ല. അമ്മ നല്ല ചുക്ക് കാപ്പി ഇട്ട് തരാം. അതും കുടിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോ.
എന്നാ ചുക്ക് കാപ്പി കുടിച്ചിട്ട് സ്കൂളിൽ പോയിക്കോളാം. ഇന്ന് എന്താ സ്കൂളിൽ പോവാൻ ഇത്ര പൂതി? പനി മാറിയിട്ട് രണ്ടാളും സ്കൂളിൽ പോയാ മതി, കേട്ടല്ലോ? ശരി അമ്മേ. എന്റെ കർത്താവേ, എന്റെ പിള്ളേർക്കൊന്നും വരുത്തല്ലേ. കുട്ടൂസേ, എടാ കുട്ടൂസേ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സൂപ്പർ. നീയാടാ കുട്ടൂസേ കൂട്ടുകാരൻ. ആ ജോബിക്കും ജോളിക്കും ഞങ്ങളോട് ഒരു സ്നേഹവും ഇല്ല. അതല്ലേ അവർ ഞങ്ങളെ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുന്നത്. നിങ്ങൾ ഇനി അവരുടെ കൂടെ കൂട്ടുകൂടണ്ട. നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ഞാനില്ലേ? മതി, ഞങ്ങൾക്ക് കുട്ടൂസ് മതി. മഴവണ്ടന്മാര്. അപ്പോൾ ഇതായിരുന്നു അവന്മാരുടെ പരിപാടി. കുട്ടൂസ് നമ്മുടെ കൂട്ടുകാരെ ചീത്ത കുട്ടികളാക്കും. അത് അനുവദിക്കാൻ പാടില്ല. നമുക്ക് സറാഫിനെ വിളിച്ചാലോ? ആ, വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്നു സംസാരിച്ചാലോ? എങ്കിൽ വന്നോളൂ. എടാ, നിനക്ക് പനിയല്ലേടാ? പോയി കിടക്കാൻ നോക്ക്. അമ്മ കണ്ടാ നിന്നെ സ്കൂളിൽ പറഞ്ഞയക്കും. അമ്മ കാണാതെയാ ഞാൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? അമ്മ കണ്ടാൽ വഴക്കു പറയും. അമ്മ അടുക്കളയിലാ. വേഗം വന്നാൽ ഒരു കാര്യം കാണിച്ചു തരാം. വാ, നമുക്കൊന്ന് പോയി നോക്കാം. ശബ്ദമുണ്ടാക്കല്ലേ, അത് കണ്ടോ? വാ, പോയി നോക്കാം. ഹായ്. ഈ പ്രീതിയെ കൊണ്ട് തോറ്റു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ശബ്ദമുണ്ടാക്കല്ലേന്ന്. വാ, നമുക്കൊന്ന് പോയി നോക്കാം. എന്താ ഇവിടെ വന്നിരിക്കുന്നേ? നിങ്ങളെ കാണാൻ തന്നെ. ഞങ്ങളെ കാണാനോ? എന്തിന്? റിച്ചു, മടിയന്മാർ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടില്ലേ? പ്രീതി, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഉഴപ്പി നടക്കുന്നത് ചീത്ത കുട്ടികളാണെന്നറിയില്ലേ? നിങ്ങൾ ചീത്ത കുട്ടികളാണോ അതോ നല്ല കുട്ടികളാണോ? അതെ അതെ, ഞങ്ങൾക്ക് പനിയാ. അതെ അതെ, ഞങ്ങൾക്ക് പനിയാ. അപ്പോ പനി മാറിയാ നിങ്ങൾ സ്കൂളിൽ പോവോ? പോകും. സത്യം. ഈ സെറാഫിനോടാണോ പിള്ളേരുടെ കളി? അയ്യോ, പനി പോയല്ലോ.